ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SCERT പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മൂന്നാമത്തെ ചാപ്റ്റർ എടുത്ത് തീർത്തു. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ബാക്കി ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ എന്താണ് നമ്മൾ വളരെ വേഗത്തിൽ എന്താണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്ത് തീർത്തു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്ററിന്റെ പേര് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്നുള്ളതാണ്. എന്താണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം എന്താണ് 200 വർഷത്തിന് മുകളിലാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ് കൊള്ളയടിച്ചിട്ടുള്ളത്. അപ്പോ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഭരണം പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയതിനു ശേഷം എല്ലാ കോളനികളെയും നമ്മൾ പഠിച്ചു. എന്താണ് സാമ്രാജ്യത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും പഠിച്ചപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്താണ് കോളനി വൽക്കരണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് കോളനികളെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്, അവരുടെ എന്താണ് അവർക്ക് റോ മെറ്റീരിയൽസ് കയറ്റി അയക്കാനും മാത്രമല്ല അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമുള്ള ഒരു പ്രദേശങ്ങളായിട്ട് മാത്രമാണ് ബ്രിട്ടീഷുകാർ അടങ്ങുന്ന സാമ്രാജ്യത്വ ശക്തികളെല്ലാം തന്നെ എന്ത് ചെയ്തത് മറ്റുള്ള അവരുടെ കോളനികളെ കണ്ടിരുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമമോ അവരുടെ എന്താണ് അവരുടെ ഒരു മുന്നേറ്റമോ ഒന്നും ഈ പറയുന്ന യാതൊരു സാമ്രാജ്യത്വ ശക്തികളുടെയും ലക്ഷ്യമായിരുന്നില്ല. പക്ഷെ അവർ നടപ്പിലാക്കിയ ചില കാര്യങ്ങൾ ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. ഇപ്പോ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രയോഗം, ആധുനിക വിദ്യാഭ്യാസം നമ്മൾ നേടിയതൊക്കെ നമുക്ക് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം കിട്ടിയ എന്താണ് ചില കാര്യങ്ങളാണ്. പക്ഷെ അത് അവർ നമുക്ക് തന്നത് പോലും എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെ നന്നാക്കുവാൻ വേണ്ടിയിട്ടല്ല ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത് പരിശ്രമിച്ചിരുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റേത് കോളനികളെയും കൊള്ളയടിക്കുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്ന എന്താണ് പ്രകൃതി സമ്പത്തുകളാൽ സമ്പന്നമായിട്ടുള്ള ആ ഭൂപ്രദേശത്തെ അല്ലെങ്കിൽ ആ ഭൂവിഭാഗത്തെ എന്ത് ചെയ്യുക, കൊള്ളയടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ എന്തെന്ന് പറയുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു സംഭവ കഥയുടെ ഒരു ഇതുണ്ട്, നമുക്കത് നോക്കിയിട്ട് പോവാം. 1907 ജനുവരിയിൽ ഒരു ദിനം കൽക്കത്തക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗംഗുലിന്റെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികൾ ഉണ്ടായിരുന്നു. അവരെയെല്ലാം മധുര പലഹാരങ്ങൾ നൽകിയാണ് ഗംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല, പകരം എന്തായിരുന്നു ശർക്കരയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് ഗംഗുൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണം ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായിട്ടുള്ള പഞ്ചസാര വേണ്ടെന്ന് വെച്ചതും നമ്മളുടെ ഉൽപ്പന്നമായിട്ടുള്ള ശർക്കര ഉപയോഗിച്ചതും. നിങ്ങൾക്കറിയാം, നമ്മൾ സ്വദേശി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളെല്ലാം എന്ത് ചെയ്യണം, ബഹിഷ്കരിക്കണമെന്ന് നമ്മളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബഹുജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെ തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഇന്ത്യയിൽ തന്നെ എന്താണ് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യക്കാരെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ചിത്രകല രചനയിലും പിന്നെ എന്താണ് ബിസിനസ് ചെയ്യുന്നതിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ത്യക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുക വേണ്ടിയിട്ടുണ്ടായ ഒരു മൂവ്മെന്റ് കൂടിയായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ നമ്മൾ എന്താണ് ഈ പറയുന്ന കെമിസ്ട്രിയിലാണെങ്കിൽ എന്താണ് PC റാവിനെ പോലെയുള്ള ആളുകളുടെ എന്താണ് പ്രഫുല്ല റോയിനെ പോലെയുള്ള ആളുകളുടെ കടന്ന് വരലുണ്ടായി. അതുപോലെ തന്നെ എന്താണ് കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ എഴുത്തുകാർ, അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ കപ്പലോട്ടിയ തമിഴൻ എന്ന് പറയുന്ന VO ചിദംബരം പിള്ളை, അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന കഥകളൊക്കെ നമ്മൾ എന്താണ് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോ ഇതിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ മുകളിൽ എന്ത് ചെയ്യുന്നത് ആ സംഭവം സൂചിപ്പിക്കുന്നത്. അപ്പോ എന്തായിരിക്കും ഈ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാൻ ഇന്ത്യയിലെ ജനങ്ങളെ പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിലുള്ള ജനവിഭാഗങ്ങളോട് എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ ബാധിച്ചത്?
അവർ എങ്ങനെയാണ് ഈ ബ്രിട്ടീഷ് ഭരണത്തോട് പ്രതികരിച്ചത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, പരിശോധിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ വന്ന കമ്പനി. ആ കമ്പനി ബ്രിട്ടീഷ് രാജ്യം നേരിട്ടല്ല ഇന്ത്യയുടെ ഭരണം ആദ്യമായിട്ട് കീഴടക്കുന്നത്. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമ്മള് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ നിങ്ങൾക്കറിയാം, കുറച്ച് വ്യക്തികൾ ചേർന്നുകൊണ്ട് ഒരു സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. നമ്മുടെ നാട്ടിൽ ഇന്ന് എന്താണ്, ഒരുപാട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുണ്ട്. അത്തരത്തിൽ 1600കളിൽ രൂപീകരിക്കപ്പെട്ട ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇന്ത്യയുടെ ഭരണം ആദ്യമായിട്ട് കൈക്കലാക്കുന്നത്. ആ കമ്പനിയുടെ പേരാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളത്. അപ്പോ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇന്ത്യയിൽ അവർ എന്ത് ചെയ്യുന്നത്, കച്ചവടത്തിന് വരികയും അവരെന്ത് ചെയ്യുന്നു, അവർ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി അധികാരം കൈപ്പറ്റി. അത് നമ്മളൊക്കെ എന്താണ്, കുറച്ചു മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്, നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. പിന്നെ എന്താണ്, പ്ലാസി യുദ്ധത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. എന്താണ് പ്ലാസി യുദ്ധം? 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത്? ഇംഗ്ലീഷ് ഫ്രഞ്ചുകാരാണോ? പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം എന്നറിയപ്പെടുന്നത് പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. പ്ലാസി വാർ ആരൊക്കെ തമ്മിലായിരുന്നു? ബാറ്റിൽ ഓഫ് പ്ലാസി. സിറാജുദ്ദൗള, വെരി ഗുഡ്, സിറാജുദ്ദൗള. അതായത് ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു എന്ത് നടത്തിയത്, ഈ പറയുന്ന പ്ലാസി യുദ്ധം നടന്നത്. അപ്പോ 1757 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്, പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അതെങ്കിൽ മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ബ്രിട്ടീഷുകാരുടെ ഭരണം എന്താണ്, അതിന് എന്താണ് ഇന്ത്യയിൽ ഊട്ടി ഉറപ്പിച്ച യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം ഏതാണ്? ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ചത് പ്ലാസി യുദ്ധമാണ്. അല്ലെങ്കിൽ എന്താണ്, ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം എന്നറിയപ്പെടുന്നത് അത് ബാറ്റിൽ ഓഫ് ബക്സാർ ആണ്. ബാറ്റിൽ ഓഫ് ബക്സാർ ആണ്. ബാറ്റിൽ ഓഫ് ബക്സാർ ആരൊക്കെ തമ്മിലായിരുന്നു? ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറയുന്നത് അന്നത്തെ ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിമും പിന്നെ എന്താണ് ഈ പറയുന്ന മുഗൾ രാജവംശത്തിലെ രാജാവായിരുന്ന ഷാ ആലം രണ്ടാമനും ബ്രിട്ടീഷുകാരും തമ്മിലൊക്കെയായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറയുന്ന യുദ്ധം നടന്നത്. ഇതൊക്കെ നമ്മൾ പല ഭാഗങ്ങളിലായിട്ടൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞു പോയിട്ടുള്ള ആളുകളാണ്. പുതിയ ആളുകളാണെങ്കിൽ എനിക്ക് പരാതിയില്ല. പക്ഷെ നിങ്ങൾ പഴയ ആളുകൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാനാണ് പഠിക്കുന്നതെങ്കിൽ ഇതുകൊണ്ടൊരു കാര്യവുമില്ല കേട്ടോ. റിവിഷൻ ചെയ്യുക, അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല, എളുപ്പ വഴികളൊന്നുമില്ല. അപ്പോ 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായി മാറി. ഇന്ത്യൻ ഭൂപടത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ എന്താണ് ഏകദേശം 63% എന്താണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ഇതെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇവിടെ ഒരു മാപ്പ് കാണുന്നുണ്ട്. ഈ മാപ്പിനകത്ത് ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ എന്ത് ചെയ്തത്, ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ആ റെഡ് കളറിൽ കാണുന്നതാണ് എന്ത് ചെയ്യുന്നത്, നാട്ടുരാജാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ ഭരണം നടത്തുന്നത് ആരായിരിക്കും, ഒരു ഗവർണർ ആയിരിക്കും. നാട്ടുരാജാക്കന്മാർ ഭരണം നടത്തുന്നത് അവിടെ എന്താണ്, രാജാവായിരിക്കും ഭരിക്കുക. പക്ഷെ എന്താണ്, അവർക്ക് ബ്രിട്ടന്റെ പിന്തുണയുണ്ടാവും, അല്ലെങ്കിൽ ബ്രിട്ടനോട് ഈ പറയുന്ന നാട്ടുരാജാക്കന്മാർക്ക് എന്താണ്, വിധേയത്വം ഉണ്ടാവും. നിങ്ങൾ ഈ റെസിഡന്റ് എന്ന് പറയുന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചരിത്രം പഠിക്കുമ്പോൾ.
പല നാട്ടുരാജ്യങ്ങളിലും ബ്രിട്ടീഷിന്റെ എന്താണ് റെസിഡന്റുമാരുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാജാവിനെ ഉപദേശിക്കുന്ന ഒരു പദവിയുടെ പേരാണ് റെസിഡന്റ് എന്ന് പറയുന്നത്. നേരിട്ട് ഭരണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഗവർണർ ആണെങ്കിൽ, നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ റെസിഡന്റുമാരാണ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോ ഇനി നമ്മൾ ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നികുതി പിരിവ് ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ എന്താണ് പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ അതെന്താണ്, അത് ലാഭമായിരിക്കും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലാഭത്തിന് വേണ്ടിയിട്ട് എന്താണ് അവര് കണ്ണീച്ചോരയില്ലാത്ത എന്ത് പ്രവർത്തനങ്ങളും കാണിക്കും. അപ്പോ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദുരന്തം ആദ്യം അനുഭവിച്ചവരിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് കർഷകരായിരുന്നു. എന്തുകൊണ്ടാണത്? ബ്രിട്ടീഷുകാർ ഭൂനികുതി ഒരു നല്ല വരുമാന മാർഗമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോ ഈ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഈ ഭൂനികുതി സമ്പ്രദായങ്ങൾ എന്താണ് ഇന്ത്യയിലെ കർഷകരുടെ, പാവപ്പെട്ടവരായിട്ടുള്ള കർഷകരുടെ എന്താണ് നട്ടെല്ലൊടിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതികളായിരുന്നു കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ എന്താണ് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പിലാക്കിയിരുന്നത്. ചുവടെ കൊടുത്തിട്ടുള്ള പട്ടികയിൽ നിന്ന് എന്താണ് നമുക്ക് ബ്രിട്ടീഷ് ഭൂനികുതി സമ്പ്രദായങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. ഒന്നാമത്തേത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നുള്ളതാണ്. ഇത് നടപ്പിലാക്കിയിരുന്ന പ്രദേശങ്ങൾ ബംഗാൾ, ഒറീസ, ബീഹാർ എന്നീ പ്രദേശങ്ങളിലാണ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത്. ഏത് വർഷമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഏത് വർഷമാണ് ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്? ആർക്കെങ്കിലും അറിയാമോ? ഇല്ലെങ്കിൽ ആരാണ് ഇത് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ എന്ന്? കോൺവാലീസ് ആണ് ഇത് നടപ്പിലാക്കിയത്. 1793 ഈ പറയുന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത് നടപ്പിലാക്കിയത്. അതുപോലെ മറ്റൊരു നികുതി സമ്പ്രദായമാണ് റയട്ട് വാരി വ്യവസ്ഥ എന്ന് പറയുന്നത്. റയട്ട് വാരി വ്യവസ്ഥ ഇത് നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. ഇത് കൊണ്ടുവന്നത് 1820 തോമസ് മൺറോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ നടപ്പിലാക്കിയ നിയമമാണ് എന്ന് പറയുന്നത് റൈറ്റ് വാരി എന്ന് പറയുന്നത്. ഈ തോമസ് മൺറോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഈ തോമസ് മൺറോ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുന്നു? മൺറോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ മൺറോ തുരുത്ത്, മൺറോ, അതെ മൺറോ തുരുത്താണ് ഞാനും ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഈ തോമസ് മൺറോ അല്ല കേട്ടോ, അത് വേറൊരു മൺറോയാണ്. ഹെക്ടർ മൺറോ എന്നാണ് അദ്ദേഹത്തിന്റെ ഹെക്ടർ മൺറോ എന്നല്ല, ജോൺ മൺറോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജോൺ മൺറോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെ ഒരു ഹെക്ടർ മൺറോ ഉണ്ട്, ഹെക്ടർ മൺറോ. അദ്ദേഹം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹെക്ടർ മൺറോ, ജോൺ മൺറോ എന്നൊക്കെയുള്ള പേരുകൾ. അതൊക്കെ ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് മൺറോമാരെ കുറിച്ച് ഇംഗ്ലീഷുകാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കും. മൺറോ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ സ്കോട്ട്ലാൻഡിനടുത്തുള്ള ഒരു മലകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തിന്റെ പേരാണ് മൺറോയ് എന്നുള്ളത്. അവിടെ താമസിച്ച ചില ആളുകൾ ആ പേര് അവരുടെ പേരിന്റെ കൂടെ ചേർക്കുകയും അതൊരു കുടുംബ പേര് പോലെയൊക്കെ ആയി മാറുകയുമാണ് ഉണ്ടായത്. അതാണ് ഈ പല പേരുകളിലും നമ്മൾ ഈ മൺറോ എന്ന് കേൾക്കുന്നത്. നമ്മൾ ഈ മൺറോ തുരുത്തൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. പക്ഷെ അത് ഈ മൺറോ അല്ല. റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ മൺറോ അല്ല ആ മൺറോ എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. തോമസ് മൺറോയാണ് റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് 1820. അടുത്തത് മഹൽവാരി വ്യവസ്ഥയാണ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് ഇത് നടപ്പിലാക്കിയത്. 1822 ഈ പറയുന്ന മഹൽവാരി എന്ന് പറയുന്ന നികുതി വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഹോൾട്ട് മെക്കൻസി
ഹോൾട്ട് മക്കൻസി എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് ഈ നികുതി വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 കോൺവാലിസ് പ്രഭുവാണ്. റൈറ്റ് വാല്യൂ വ്യവസ്ഥ 1820 തോമസ് മൺറോ. മഹൽ വാല്യൂ വ്യവസ്ഥ 1822 ഹോൾട്ട് മക്കൻസി. ഇതിന്റെ അകത്തില്ലാത്ത ഡീറ്റെയിൽസ് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോട്ട് എഴുതണം, അതിന്റെ ഒപ്പം എഴുതണം എന്നുള്ള കാര്യം. അപ്പോ നമുക്ക് ഇനി എന്താണ് ഇതിന്റെ സവിശേഷതകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുത്തുന്നത് സെമീന്ദർമാർ എന്ന് പറയുന്ന ആളുകളായിരുന്നു. നമ്മൾ ഈ ജമീന്ദാർമാർ എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണ് ഇത്. അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ എന്താണ് ഒരു പ്രദേശത്തെ നികുതി മുഴുവൻ പിരിച്ചിരുന്നത് ഈ ജമീന്ദാർമാർ അല്ലെങ്കിൽ ജമീന്ദാർമാർ എന്ന് പറയുന്ന വിഭാഗം ആളുകളായിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന ഈ പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആരായിരുന്നു? അത് ഈ ജമീന്ദാർമാരായിരുന്നു. എന്താണ് നികുതി പിരിവിന് നമ്മളുടെ ഇവിടെ ജന്മികൾ എന്നൊക്കെ പറയുന്ന പോലത്തെ തന്നെ ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലുള്ള ഈ ജമീന്ദാരി അല്ലെങ്കിൽ ജമീന്ദാർ എന്നൊക്കെ പറയുന്നത്. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്നു. അപ്പോ നികുതി പിരിച്ചിരുന്നത് ജമീന്ദാർമാരാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ആ പ്രദേശത്ത് നികുതി പിരിക്കാനുണ്ടായിരുന്ന ആ പ്രദേശം മുഴുവൻ ആരുടെ പേരിലായിരുന്നു? ജമീന്ദാർമാരുടെ പേരിലായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? കർഷകർക്ക് അവിടെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. എന്താണ്? ജമീന്ദാർമാർ ഭൂ ഉടമകളായതോടുകൂടി എന്ത് പറ്റി? യഥാർത്ഥത്തിലുള്ള കർഷകന്മാർ എന്നുള്ളത് അവർ വെറും കുടിയാന്മാർ മാത്രമായി മാറി. അതായത് ഒരാളുടെ ഭൂമിയിൽ താമസിച്ച് അവിടെ കൃഷി നടത്തി അയാൾക്ക് അതിൽ നിന്നൊരു വീതം കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ കുടിയാന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നികുതി പിരിക്കാനുള്ള അധികാരം ജമീന്ദാർമാർക്കാണ്. ഭൂമിയുടെ മൊത്തം അവകാശവും ജമീന്ദാർമാർക്കാണ്. സ്വാഭാവികമായിട്ടും ആ ഭൂമിയുടെ ഉടമസ്ഥരായിരുന്ന കർഷകർ വെറും കുടിയാന്മാർ മാത്രമായിട്ട് മാറി. വിളവിന്റെ 50 മുതൽ 60% വരെ കർഷകർ എന്തായിരുന്നു? നികുതി നൽകണമായിരുന്നു. അവർ ഉണ്ടാക്കുന്ന വിളവിന്റെ എന്താണ് ഒരു 50 മുതൽ 60% വരെ എന്ത് ചെയ്യണമായിരുന്നു? അവർ നികുതിയായിട്ട് നൽകണമായിരുന്നു. വിളവിന്റെ 60% വരെ എന്താണ്? കർഷകർ നികുതി നൽകണമായിരുന്നു. വിളവ് മോശമായാലും എന്താണ്? നികുതി നൽകണമായിരുന്നു. ഇനി നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർ എന്താണ് ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എന്താണ് നികുതിയായിട്ട് വാങ്ങുമായിരുന്നു. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അത് നിർത്തലാക്കി. അവർ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് സാധനങ്ങൾ വേണ്ട, പകരം എന്ത് തന്നെ വേണം? പണം തന്നെ നികുതിയായിട്ട് തരണമെന്ന് ആവശ്യപ്പെടുവാനായിട്ട് തുടങ്ങി. അപ്പൊ നോക്കുക, എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷത എന്ന് പറയുന്നത്? ജമീന്ദാർമാരായിരിക്കും നികുതി പിരിക്കുന്നത്. ഭൂമിന്റെ ഉടമസ്ഥാവകാശം അവർക്കായിരിക്കും. കർഷകർ കുടിയാന്മാരായിരിക്കും. വിളവിന്റെ 60% എന്താണ്? നികുതിയായിട്ട് നൽകണമായിരുന്നു. വിളവ് മോശമായാലും എന്ത് നികുതി നൽകണമായിരുന്നു. പണമായിട്ട് എന്ത് ചെയ്യണമായിരുന്നു? നികുതി നൽകണമായിരുന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം എന്ത് ചെയ്തത്? നടപ്പിലാക്കിയത്. ഇനി ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ എന്താണ്? കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എന്താണ്? ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി സംവിധാനത്തിൽ എന്താണ്? കർഷകരിൽ നിന്ന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? നേരിട്ട് നികുതി പിടിക്കും. ഇവിടെ ജമീന്ദാർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല. കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ആർക്കായിരിക്കും? അത് കർഷകനായിരുന്നു. അപ്പോ ദക്ഷിണാന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി എന്താണ്? പിരിച്ചിരുന്നു. ഇവിടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എന്നുള്ളത് കർഷകനായിരുന്നു. എന്നാൽ അമിതമായിട്ടുള്ള നികുതി നിരക്ക് കർഷകരെ എന്താക്കി മാറ്റി? ദരിദ്രരാക്കി മാറ്റി. മാത്രമല്ല നികുതി ഇടയ്ക്കിടെ എന്ത് ചെയ്തിരുന്നു? ബ്രിട്ടീഷുകാർ വർദ്ധിപ്പിച്ചിരുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. റൈറ്റ് വാരി സിസ്റ്റത്തിൽ എന്താണ്? നികുതി നേരിട്ട് കർഷകരിൽ നിന്ന് ഈടാക്കും. കർഷകർക്ക് എന്താണ്? ഭൂസ്വത്തിൽ എന്താണ്? അവകാശം ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ്? ഈ ബ്രിട്ടീഷുകാർ നികുതി കൂടെ പരിഷ്കരിക്കും. വലിയൊരു തുകയാണ് ഇവർ നികുതിയായിട്ട് നൽകേണ്ടി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? കർഷകരുടെ അവസ്ഥക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്?
വളരെ ദാരിദ്ര്യപൂർണമായിരുന്നു. ഇനി അടുത്തത് മഹൽവാരി വ്യവസ്ഥ. ഇവിടെ മഹൽവാരി എന്ന് പറയുന്നത്, മഹൽ എന്ന് പറയുന്നത് ഗ്രാമം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഏറ്റവും നികുതി പിരിവിന്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് ഗ്രാമങ്ങളെ മാറ്റി. ഗ്രാമങ്ങളിൽ നിന്ന് പോലും എന്താണ് നികുതി പിരിച്ചിരുന്നു ബ്രിട്ടീഷുകാർ എന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഗ്രാമത്തലവനായിരുന്നു എന്ത് ചെയ്തിരുന്നത്, നികുതി പിരിച്ചെടുത്തിരുന്നത്. ഒരു ഗ്രാമത്തിനും എന്താണ് ഒരു ഗ്രാമത്തലവൻ ഉണ്ടാകും. അദ്ദേഹമാണ് എന്ത് ചെയ്തിരുന്നത്, ഈ പറയുന്ന നികുതി പിരിച്ചിടുന്നത്. ഈ വ്യവസ്ഥയിലും എന്താണ് നികുതി എന്ന് പറയുന്നത് അമിതമായിരുന്നു. ഗ്രാമത്തെ മഹൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആക്കി കണക്കാക്കിയായിരുന്നു ഈ നികുതി പിരിച്ചിരുന്നത്. അപ്പോ 3 വ്യവസ്ഥകളാണ് നമ്മൾ പഠിച്ചത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് ടു വാരീസ് വ്യവസ്ഥ, മഹൽ എന്ന് പറയുന്ന വ്യവസ്ഥ. ഇങ്ങനെ 3 നികുതി സമ്പ്രദായങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട 3 നികുതി സമ്പ്രദായങ്ങളായിരുന്നു ഈ പറയുന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും റൈറ്റ് വാരി വ്യവസ്ഥയും മഹൽവാരി വ്യവസ്ഥയും എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഈ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടക്കാൻ കഴിയാതെ വന്ന കർഷകർ പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു. കൃഷിയിടം പണയപ്പെടുത്തിയായിരുന്നു അവർ കടം വാങ്ങിയിരുന്നത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്നും ഈടാക്കിയിരുന്നത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി എന്ന് പറയുന്നത് എന്ത് ചെയ്തു, കൊള്ളപ്പലിശക്കാർ കൈയടക്കി. ഇനി കൃഷിയുടെ വാണിജ്യവൽക്കരണം. കൃഷിയുടെ വാണിജ്യവൽക്കരണം ആണ് അടുത്തത്. ബ്രിട്ടീഷുകാർ ചെയ്ത മറ്റൊരു സംഭവമാണ്. അതായത് നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം കർഷകരും അവരുടെ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് ആവശ്യമായിരുന്ന വസ്തുക്കളാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത്. അതായത് അവർക്ക് വേണ്ട നെല്ല്, അവർക്ക് വേണ്ട പരിപ്പ്, അവർക്ക് വേണ്ട ഉരുളക്കിഴങ്ങ്, അതാണ് അവർ കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത്. ഈ കൃഷി ചെയ്തതിനു ശേഷം അവരുടെ ആവശ്യം കഴിഞ്ഞുള്ള സാധനങ്ങൾ അവരെന്ത് ചെയ്യും, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ഇതാണ് ഈ ഇന്ത്യയിലെ കൃഷിക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വന്ന് ഈ ഭൂമിയുടെ മുകളിൽ അമിതമായിട്ടുള്ള നികുതികൾ ഏർപ്പെടുത്തിയതോടുകൂടി ഇവർക്ക് ഈ പറയുന്ന ഇവരുടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വിളകൾ എന്താണ്, അത് കൃഷി ചെയ്യുന്നത് മാറ്റിയിട്ട് നാണ്യവിളകളിലേക്ക് തിരിയേണ്ടതായിട്ട് വന്നു. കാരണം വലിയ ഭൂനികുതി ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവരെന്ത് ചെയ്തു, ഇവര് ഉരുളക്കിഴങ്ങും പച്ചക്കറിയും ഒക്കെ കൃഷി ചെയ്തിരുന്നത് മാറ്റി അവിടെ എന്താണ് റബ്ബർ, അല്ലെങ്കിൽ കുരുമുളക്, ഏലം, അല്ലെങ്കിൽ എന്താണ് അത്തരത്തിൽ നിലം പോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കൃഷി ചെയ്യുവാനായിട്ട് തുടങ്ങി. ഇത് കർഷകരുടെ അവസ്ഥയെ മെച്ചപ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച് എന്താണ് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് എന്താണ് അവരെ തള്ളിവിടുകയാണ് ചെയ്തത്. കാരണം എന്താണ്, അവർ വീട്ടിൽ കൃഷി ചെയ്തിരുന്ന സാധനങ്ങൾ, അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ കൃഷി ചെയ്തിരുന്ന സംവിധാനം ഇല്ലാതെയായി മാറി. ഈ പറയുന്ന കൃഷിയിൽ നിന്നും ഇവർ നാണ്യവിളകൾ കൃഷി ചെയ്താലും ബ്രിട്ടീഷുകാരും ഇടനിലക്കാരും ചേർന്ന് എന്ത് ചെയ്തു, ഇവരെ പറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പൊ എന്താണ്, പണ്ടെന്താണ് കാശില്ലെങ്കിലും എന്താണ് തിന്നാനും കുടിക്കാനും ഉണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി എന്താണ് ഈ കർഷകരെന്ന് പറയുന്നത് കൊടിയ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കുമാണ് തള്ളി വിടപ്പെട്ടത്. നോക്കുക, ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിന്റെയും ഗ്രാമത്തിന്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ എന്താണ് വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യുവാനായിട്ട് നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ എന്ന് പറയുന്നത് വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നു. മാത്രമല്ല നികുതി പണമായിട്ട് നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ എന്തായിരുന്നു, നൽകണമായിരുന്നു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ എന്താ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ എന്ത് ചെയ്തു, യൂറോപ്പിനായിട്ട് കൃഷി ചെയ്യുവാനായിട്ട് തുടങ്ങി. അക്കാലത്ത് വ്യാപകമായിട്ട് കൃഷി ചെയ്ത വിളകളാണ് എന്ന് പറയുന്നത് നിലം എന്ന് പറയുന്നത്. ബംഗാൾ, ബീഹാർ എന്നിവിടത്ത് നിലം വ്യാപകമായിട്ട് കൃഷി ചെയ്തു. പിന്നെ എന്താണ്, പരുത്തി. മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിൽ എന്താണ് പരുത്തി കൃഷി ചെയ്തു. കരിമ്പ്, ഉത്തർപ്രദേശിൽ കരിമ്പ് കൃഷിയായിരുന്നു. തേയില, ആസം, കേരളം എന്നിവിടങ്ങളിൽ തേയില കൃഷി.
ചണം ബംഗാളിൽ, ഗോതമ്പ് പഞ്ചാബ്. ഇങ്ങനെ യൂറോപ്യൻ വിപണിയെ എന്താണ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കൃഷി രീതിയിലേക്ക് എന്ത് ചെയ്തു ഇന്ത്യക്കാർക്ക് തിരിയേണ്ടതായിട്ട് വന്നു. അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് തിരിഞ്ഞതല്ല, അതല്ലാതെ എന്താണ് അവർക്ക് വേറെ മാർഗം ഉണ്ടായിട്ടില്ല. നീലം എന്ന് പറയുന്നത് ഇൻഡിഗോയാണ്. അതായത് ആ കാലഘട്ടത്തിൽ എന്താണ് കൃത്രിമ ചായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് തുണികൾക്ക് നിറം നൽകുവാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ നിലം എന്ന് പറയുന്നത്. അതൊരു പൂവാണ്. ഇനി നിലം കർഷകരുടെ കലാപം. നിലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്ത് എന്താണ് വിപണിയിൽ ഉയർന്ന വില എന്ത് ചെയ്തിരുന്നു ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകുവാനായിരുന്നു നിലം എന്ന് പറയുന്നത് ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ എന്താണ് കൃത്രിമ ചായങ്ങൾ എന്താണ് അന്ന് ഉണ്ടായിരുന്നില്ല. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് എന്ത് ചെയ്തു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കി. അതോടുകൂടി എന്താണ് നീലത്തിന്റെ ആവശ്യം വർദ്ധിച്ചു. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ കൂടി എന്തായിരുന്നു ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻതുക മുൻകൂറായി നൽകി എന്ത് ചെയ്തു അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചു. ഉയർന്ന ഭൂനികുതി അടക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭനത്തിന് എന്ത് ചെയ്തു വഴങ്ങി നീലം വ്യാപകമായിട്ട് എന്ത് ചെയ്തു കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായിട്ട് കൈപ്പറ്റിയ ഓരോ കർഷകനും എന്ത് ചെയ്തു തന്റെ കൃഷിയിടത്തിന്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. മാത്രമല്ല കൃഷിയിടത്തിന്റെ ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള ഭാഗത്തായിരുന്നു എന്ന് പറയുന്നത് നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്താണ് നീലം കൃഷി ചെയ്യേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം എന്താണ് നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടുകൂടി എന്താണ് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതെയായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ എന്നുള്ളത് എന്താണ് ദുരിതത്തിലായി. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അമ്പും വില്ലും വാളും കുന്തവുമായിട്ട് എന്ത് ചെയ്തു അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും എന്ത് ചെയ്തു കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെ പറ്റി അറിഞ്ഞ് കൊൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ എന്ത് ചെയ്തു കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ നൽകി. ഇതേ തുടർന്ന് എന്താണ് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് ഈ കമ്മീഷൻ എന്ത് ചെയ്തു നിർദ്ദേശിച്ചു. ഇതാണ് നീലം കൃഷിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇന്ത്യയിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. നീലം ഒരു സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു നമ്മളെ കൊണ്ട് കൂടുതലായിട്ട് അത് കൃഷി ചെയ്യിപ്പിച്ചു. പക്ഷെ അവർക്ക് കൃത്രിമ ചായങ്ങളുടെ വരവോടുകൂടി എന്ത് ചെയ്തു അവർക്ക് നീലം ആവശ്യമില്ലാതെയായി. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ഈ നീലത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സ്ഥലം കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് ഇന്ത്യയിലെ കർഷക ജീവിതങ്ങൾ എന്ത് ചെയ്തു പടിയിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കാണേണ്ടി വന്നത്. അതിനെതിരെയാണ് അവർ 1859 എന്ത് ചെയ്തത് ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഇനി കർഷക കലാപങ്ങൾ കേരളത്തിലും. ബ്രിട്ടീഷ് അധീനതയിൽ ഉണ്ടായിരുന്ന മലബാറും കലാപങ്ങൾക്ക് എന്ത് ചെയ്തു സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജന്മിമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കിലാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരായിട്ടാണ് കലാപം നടന്നത്. ഭൂവുടമകളായിരുന്നു ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. മലബാറിലെ മുസ്ലിങ്ങളാണ് മാപ്പിളമാർ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നു. മലബാർ കലാപം 1921 പക്ഷെ 1921 1800-കൾ തുടങ്ങി 1800-കൾ തുടങ്ങി ഇങ്ങോട്ട് 1836 ഒക്കെ തുടങ്ങി ഇങ്ങോട്ട് കുറേയേറെ കലാപങ്ങൾ ആ കാലഘട്ടത്തിൽ വലുതും ചെറുതുമായിട്ട് മലബാർ മേഖലയിൽ നടന്നിരുന്നു. ആ കലാപങ്ങളെ മൊത്തമായിട്ട്
നമ്മൾ വിളിക്കുന്ന പേരാണ് മാപ്പിള കലാപങ്ങൾ എന്നുള്ളത്. മറ്റേത് മലബാർ കലാപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലബാർ കലാപം എന്ന് പറഞ്ഞാൽ നമ്മൾ 1921 പഠിക്കുന്നത് ആ കലാപങ്ങളിൽ ഏറ്റവും ശക്തിയായിട്ട് നടന്ന ഒരു കലാപം എന്നുള്ള പേരിലാണ്. പക്ഷെ ആ ഒരു ഇൻസിഡന്റിനെ മാത്രമല്ല നമ്മൾ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നത്. 36 തുടങ്ങിയൊക്കെ ഇങ്ങോട്ട് നടന്നിട്ടുള്ള ഒരുപാട് വലുതും ചെറുതുമായ കലാപങ്ങൾക്ക് ഈ മലബാറിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുകയുടെ അതിന് മൊത്തമാണ് നമ്മൾ ഈ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിൽ ഈ കർഷക ജന്മി കുടിയാൻ പ്രശ്നങ്ങൾ മാത്രമല്ല ഈ കലാപങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ കലാപങ്ങളുടെ തുടക്കം ഖിലാഫത്ത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് 1921 കലാപം ഉണ്ടാകുന്നത്. ഈ ആദ്യകാലത്തെ കലാപങ്ങൾ എന്താണ്? ഈ പറയുന്ന കർഷക ജന്മി കുടിയാൻ പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് 1921 കലാപം എന്നുള്ളത്. ഒരു വർഗീയ കലാപമായിരുന്നു, അതൊരു സ്വതന്ത്ര സമരത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ ചർച്ച ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് വളരെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം തുടക്ക കാലഘട്ടത്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ടല്ല ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ആരംഭിക്കുകയും പിന്നീട് ശക്തമായ നേതൃത്വവും യഥാർത്ഥ നേതൃത്വവും ഇല്ലാതെ ഉള്ള കാരണങ്ങളാൽ ഒരു വർഗീയ കലാപത്തിന്റെ രൂപത്തിലേക്ക്, അല്ലെങ്കിൽ അതിൽ ചില തൽപര കക്ഷികൾ ഇടപെട്ടുകൊണ്ട് വർഗീയവൽക്കരിക്കുകയും ചെയ്ത ഒരു കലാപമാണ് 1921 മലബാറിലാണെന്നുള്ളത്. ഇത് പൂർണ്ണമായിട്ടും വൈറ്റോ പൂർണ്ണമായിട്ടും ബ്ലാക്കോ അല്ല ഈ കലാപം എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഒരു ഗ്രേ ഷെയ്ഡാണ്. അതിൽ നല്ലതും ഉണ്ടായിട്ടുണ്ട്, ചീത്തയും ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന നിർബന്ധിത മത പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജന്മിമാരടക്കമുള്ള ഒരുപാട് കുടുംബങ്ങൾ കൊലകൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷെ പാസ്റ്റ് എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സംഭവങ്ങൾ നമുക്കതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ മാത്രമുള്ളതാണ്. ഇപ്പോ അതെന്താണ് സ്വന്തം പല്ലിന്റെ ഇടകുത്തുന്നത് പോലെ അത് കുത്തി ഇത് ചെയ്യേണ്ട ഒരു സംഭവമല്ല ഇതൊന്നും എന്നുള്ളതാണ് പറയാനുള്ളത്. അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗവുമായിരുന്നു, അതിനൊരു വർഗീയ പരിവേഷവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോ 22ഓളം കലാപങ്ങൾ അന്ന് മലബാറിൽ ഉണ്ടായി. ഈ കലാപങ്ങൾ അമർത്തുവാൻ വേണ്ടിയിട്ടാണ് MSP എന്ന് പറയുന്ന മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്ന പേരിലൊരു പ്രത്യേക പോലീസ് സേനയെ തന്നെ രൂപീകരിച്ചത്. ഈ കലാപങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് എന്ത് ചെയ്തു? കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. ഇനി അടുത്തത് കാടുകൾ കലാപഭൂമിയാകുന്നു. കാടുകൾ കലാപഭൂമിയാകുന്നു. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് പഠിക്കുന്നത് 1857 കലാപമാണ്. 1857 ബ്രിട്ടീഷുകാർ സിപ്പോയ് മ്യൂട്ടിനി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ അവഹേളനത്തോടെ വിളിച്ച VD സവർക്കർ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച 1857 ആ വിപ്ലവത്തെ അല്ലെങ്കിൽ ആ കലാപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുമ്പോൾ അതിനു മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യയിൽ കലാപങ്ങൾ നടന്നിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 1857 സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്? അതായത് അതിനു മുമ്പ് ബ്രിട്ടീഷുകാർക്കും എതിരായിട്ടുണ്ടായിട്ടുള്ള കലാപങ്ങളെല്ലാം ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുരാജാക്കന്മാർ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെല്ലാം സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗങ്ങൾ മാത്രം സംഘടിപ്പിച്ച കലാപങ്ങളായിരുന്നു. എന്നാൽ ഈ 1857 കുറച്ചുകൂടി അധികമായിട്ട് ജനപങ്കാളിത്തം ഉണ്ടായ ഒരു കലാപമായതുകൊണ്ടാണ് നമ്മൾ അതിനെ 1857 ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. അതിനു മുമ്പ് ഒരുപാട് കൊച്ചു കൊച്ചു കലാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട്. ബ്രിട്ടീഷുകാർക്ക് കൊച്ചു കൊച്ചു കലാപങ്ങളാണെങ്കിലും ഒരുപാട് കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഇതിൽ നിന്നൊക്കെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പോലും ഉണ്ടാകുന്നത്. അപ്പോ
അത്തരത്തിൽ വലിയ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ ആദിവാസി മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ കാടുകളിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്നാണ്. കാരണം ഈ കാട്ടിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന റിസോഴ്സിന് ബ്രിട്ടീഷുകാർക്ക് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ എന്താണ്, ആ കാട്ടിലുള്ള റിസോഴ്സുകൾ സ്വന്തമാക്കണമെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി നിന്ന് ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിനായിട്ട് ചില നിയമങ്ങളൊക്കെ കൊണ്ടുവരികയും അവരുടെ മേലിൽ എന്താണ് ചില നികുതികളൊക്കെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഭാഗങ്ങളിലുള്ള ആളുകൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സംഘടിക്കുകയും എന്ത് ചെയ്തു, അവർക്കെതിരെ പോരാടുകയും ചെയ്തു. മിക്കപ്പോഴും അത്തരം കലാപങ്ങളിലൊക്കെ ഉണ്ടായ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മിശിഹ അതായത് ഇത്തരം ഗ്രൂപ്പുകളിൽ എന്താണ് ഒരു മിശിഹ ഉയർത്തെഴുന്നേറ്റ് വരും. ആ മിശിഹ വന്നിട്ട് അദ്ദേഹം ദൈവത്തിൽ നിന്ന് എന്താണ് അനുഗ്രഹം ലഭിച്ചവനാണെന്നും നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണമെന്നും എന്ത് ചെയ്യും, ഈ പറയുന്ന ജനവിഭാഗങ്ങളോട് ആഹ്വാനം ചെയ്യും. അങ്ങനെ ആഹ്വാനം ചെയ്തിട്ട് അത് കേട്ടിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള എന്താണ് ഗോത്രവർഗ കലാപങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് ഉണ്ടായിട്ടുള്ളത്. ബഹുഭൂരിപക്ഷവും ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. മിശിഹ എന്ന് പറയുന്ന പ്രയോഗം നിങ്ങൾക്ക് അറിയാമോ? അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. മിശിഹ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ കഥയിൽ യേശുക്രിസ്തുവിനെ മാത്രമല്ല ക്രൂശിലേറ്റി കൊന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തുള്ള ഒരു കൊല ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ ക്രൂസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കയ്യിലും കാലിലും ഒക്കെ ആണി അടിച്ച് ഇട്ട് കൊല്ലുക എന്ന് പറയുന്ന രീതി. അന്ന് ഈ റോമിന്റെ കീഴിലായിരുന്നു ജൂത വിഭാഗങ്ങള് അല്ലെങ്കിൽ ഈ യഹൂദന്മാർ എന്ന് പറയുന്ന യേശുക്രിസ്തു ഒരു ജൂതനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് യേശുക്രിസ്തു ഒരു യഹൂദനാണ്. അപ്പോ യേശുക്രിസ്തുവിന്റെ ആ ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ യഹൂദർ റോമ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. അപ്പോ ഇവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇവരെ ഈ റോമ സാമ്രാജ്യത്തിന് കീഴിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ഒരു മിശിഹ വരും. എന്താണ് ഒരു മിശിഹ വരും എന്ന് പറയുന്ന ഒരു വെളിപാടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് എന്താണ് ഈ ജനങ്ങൾ അത് വിശ്വസിച്ചിരുന്നു. അവരെ ഈ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് എന്താണ് മോചിപ്പിക്കുവാനായിട്ട് ഒരു മിശിഹ വരും. ആ മിശിഹയാണ് ഈ ജനങ്ങൾക്ക് എന്ത് ചെയ്യുക, മോചനം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതിനു മുമ്പും യേശുക്രിസ്തുവിന് മുമ്പും അവിടെ എന്താണ് ഞാനാണ് മിശിഹ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും എന്താണ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരിൽ പല ആളുകളും എന്താണ് ഈ ക്രൂസിഫിക്കേഷന് വിധേയരായിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ മിശിഹ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് ഒരു ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരാൾ വരികയും അയാൾ എന്ത് ചെയ്യും, അവിടുത്തെ ജനങ്ങളെയൊക്കെ നയിച്ചുകൊണ്ട് ഈ ഭരണത്തിനെതിരായിട്ട് എന്താണ് പോരാടുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഈ മിശിഹ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യപ്പെടുന്നത്, ഈ പറയുന്ന ഗോത്രകലാപങ്ങളിലെല്ലാം വർക്ക് ചെയ്യപ്പെടുന്നത്. നമുക്ക് നോക്കാം. ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്നിരുന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ എന്നറിയപ്പെട്ടിരുന്നത്. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവർ കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്താൾ ജനതയുടെ ജീവിതത്തിന്റെ താളം നഷ്ടമായി. സെമീന്ദർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സാന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിച്ചു. ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനത നേതാക്കന്മാരായിട്ടുള്ള സിദ്ധുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തിൽ എന്താണ് ആയുധമെടുത്തു. രാജ്മഹൽ കുന്നുകൾ എന്താണ് ബ്രിട്ടീഷ് ചൂഷണർക്കെതിരായിട്ടുള്ള പോരാട്ട വേദിയായി മാറി. ഗോത്ര ജനതയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സാന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സാന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചു വീണു. അത് ഈ പറയുന്ന നമ്മൾ പറഞ്ഞില്ലേ ഈ സിദ്ധു, കാനു എന്നൊക്കെ പറയുന്ന നേതാക്കന്മാരെ കുറിച്ച്, ഇവരും ഇതുപോലെ തന്നെയാണ്. ഞങ്ങൾ എന്താണ് ദൈവാനുഗ്രഹത്തിൽ ദൈവം എന്താണ് ഞങ്ങൾക്കൊരു വെളിപാടുണ്ടായി, ഈ വിദേശ ശക്തികൾ നമ്മുടെ മണ്ണിൽ നിന്ന് എന്താണ് തുരത്തി ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്താണ് ജനങ്ങളെ എന്ത് ചെയ്യുന്നു, ക്യാൻവാസ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സാന്താൾ വിഭാഗക്കാരായിട്ടുള്ള ജനങ്ങൾ ഇവരുടെ കൂടെ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നു. അതില് സിദ്ധുവിനെ എന്താണ് അദ്ദേഹത്തെ എപ്പോഴും നമ്മുടെ നേതാക്കന്മാരൊക്കെ ഈ കലാപങ്ങൾ സൃഷ്ടിച്ചവരെല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചോ, മിക്ക നമ്മൾ ഈ കലാപങ്ങളും അതിന് നേതൃത്വം നൽകിയ ആളുകളെയും പഠിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരെയും ആരെങ്കിലും നമ്മുടെ ആൾക്കാരെ ഒറ്റിക്കൊടുത്തിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചു പതിക്കുകയാണ്
ഉണ്ടായിട്ടുള്ളത്. മിക്ക ആളുകളെയും അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്തത്, ബ്രിട്ടീഷുകാര് പിടിച്ച് ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുക്കുന്നത് ആരാണ്? ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ഈ സിദ്ധുവിന്റെയും അവസ്ഥ. അദ്ദേഹത്തെയും എന്ത് ചെയ്തത്, അദ്ദേഹത്തെയും ഒറ്റിക്കൊടുക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലുന്നു. അതുപോലെ തന്നെ പിന്നീട് എന്താണ്, ഈ പറയുന്ന കാനുവിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ്, ഈ 15,000-ഓളം സാന്താൾ ജനവിഭാഗങ്ങളാണ് ആ കലാപത്ത് ഈ പറയുന്ന രാജ്മഹൽ കുന്നുകളിൽ എന്താണ് അവരുടെ ജീവൻ പൊലിച്ചത്. 15,000-ന് മുകളിൽ സാന്താൾമാർ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ കൂട്ടക്കൊല ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ പിന്നെന്താണ്, സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് ആധുനികമായിട്ടുള്ള തോക്കുകളും മറ്റുള്ള ആയുധങ്ങളുമായിട്ട് വരുന്നവരെ നമ്മൾ വാളും അമ്പും വില്ലും ആയിട്ടാണ് നേരിട്ടത്. സ്വാഭാവികമായിട്ടും എന്താണ്, ജയം എന്നുള്ളത് നമുക്കൊരു പരിധി വരെയൊക്കെ അവരെ വിറപ്പിക്കുവാൻ കഴിഞ്ഞു. പക്ഷെ ആത്യന്തികമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒപ്പമായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ യൂറോപ്യന്മാരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് കേട്ടോ. ചൈനക്കാരാണ് വെടിമരുന്ന് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ 1000, അതായത് മുകളിലേക്ക് വിട്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള വെടിക്കെട്ട് നടത്തുവാനാണ് ചൈനക്കാർ ഈ വെടിമരുന്ന് ഉപയോഗിച്ചത്. അതുകൊണ്ട് തോക്കുണ്ടാക്കി മനുഷ്യനെ കൊല്ലാമെന്ന് മനസ്സിലാക്കിയത് യൂറോപ്യന്മാരാണ്. അതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പല സ്ഥലങ്ങളും എന്ത് ചെയ്തത്, വളരെ സിമ്പിൾ ആയിട്ട് കീഴ്പ്പെടുത്തിയത്. അതുപോലെ തന്നെയാണ് വളരെ പോരാട്ട വീര്യമുള്ള ഒരു ജനവിഭാഗമായിരുന്നു ഈ സാന്താൾ ജനത എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം 15,000 പേര് ഏറ്റുമുട്ടലിൽ മരിച്ചു എന്ന് പറയുമ്പോൾ അമ്പും വില്ലുമായിട്ടാണ് ഇവര് എന്ത് ചെയ്തത്, ഈ പറയുന്ന തോക്കായിട്ട് വരുന്ന ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തത്, സധീരം നേരിട്ടത്. പക്ഷെ സ്വാഭാവികമായിട്ടും എന്താണ്, അവർക്കെല്ലാവർക്കും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ബ്രിട്ടീഷുകാർ വിജയിക്കുകയാണ് ഉണ്ടായത്. 1855-ലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണമാണ് എന്ത് ചെയ്തത്, മുകളിൽ നമ്മൾ പറഞ്ഞത്. ഗോത്ര ജനതയ്ക്കും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പുനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിത ഉപാധികൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതമയമാക്കി. വനങ്ങളെ സംരക്ഷിത മേഖലകളാക്കി പ്രഖ്യാപിച്ചതോടെ എന്താണ്, വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങൾ ലഭ്യമായിട്ടുള്ള വനങ്ങളായിരുന്നു സംരക്ഷിത വനങ്ങളായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് എന്താണ്, വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടിയും വനങ്ങൾ എന്താണ് വ്യാപകമായി നശിപ്പിച്ചു. ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ എന്താണ്, ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നത്. ആ ഒരു ഗോത്ര കലാപങ്ങളുടെ ചുവട് പിടിച്ച് ഇന്ത്യയിലും കേരളത്തിലും എന്താണ് കലാപങ്ങൾ ഉണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, കുറിച്യ കലാപം എന്നറിയപ്പെടുന്ന കലാപം കേരളത്തിൽ നടന്ന കലാപമാണ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്നൊരു മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം എന്ന് പറയുന്നത്. നടന്ന വർഷം എന്നാണ് 1812-ലാണ് കുറിച്യ കലാപം നടന്നത്. എന്തൊക്കെയായിരുന്നു കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ, ഈ കലാപം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? ഒന്നാമത്തേത് ബ്രിട്ടീഷുകാരുടെ അമിതമായിട്ടുള്ള നികുതിയാണ്. പിന്നെന്താണ്, നികുതി പണമായിട്ട് അടക്കാൻ നിർബന്ധിച്ചു. നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നമ്മൾ ഈ സാന്താൾമാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്താണ്, കുറിച്യന്മാരെന്ന് പറയുന്നതും വളരെ ധീരന്മാരായിരുന്നു. അവരും എന്ത് ചെയ്തു, അമ്പും വില്ലും ഒക്കെ ആയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, നേരിട്ടു. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ഗോത്ര ജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി എന്ത് ചെയ്തു, വധിച്ചു. തലശ്ശേരിയിൽ അന്നത്തെ കളക്ടറായിരുന്ന TH ബേബർ കലാപത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന രാജ്യം എന്ത് ചെയ്താനെ അവരുടെ നിയന്ത്രണത്തിലാകുമായിരുന്നു. TH ബേബറിനെ നിങ്ങൾക്കറിയാം, ആരാണ്? അദ്ദേഹമാണ് പഴശ്ശി കൊല്ലപ്പെടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നത്, സബ് കളക്ടർ ആയിട്ടിരുന്ന വ്യക്തിയാണ് TH ബേബർ എന്ന് പറയുന്നത്. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ എന്താണ്, സാന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങളും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. പഹരിയ കലാപം എന്ന് പറയുന്നത് ഇതേ നമ്മൾ സാന്താൾ കലാപം പറഞ്ഞില്ല, രാജ്മഹൽ കുന്നുകളിൽ
ഈ പറയുന്ന സാന്താൾമാർക്ക് മുൻപ് ജീവിച്ചിരുന്ന എന്താണ് ഒരു ഗോത്ര വിഭാഗമാണ് ഇപ്പൊ ഹാരിയ എന്ന് പറയുന്നത്. അവരും ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയിട്ടുള്ള വിഭാഗമാണ്. അവര് നടത്തിയ കലാപമാണ് എന്തെന്ന് പറയുന്നത് പഹരിയ കലാപം. കോൾ എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള ഗോത്ര വിഭാഗങ്ങൾ നടത്തിയ കലാപമാണ്. ഗാസി എന്ന് പറയുന്നത് മേഘാലയ, ആസം, ഗാസി, ഗാരോ കുന്നുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല. ആ മലപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഗോത്രജന വിഭാഗം നയിച്ച കലാപമാണ് ഭീൽ കലാപം. ഭീൽ കലാപം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടങ്ങളാണ്. മുണ്ട കലാപം. മുണ്ട കലാപം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ബിർസ മുണ്ട എന്ന് പറയുന്ന പേര് നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന ബിർസ മുണ്ട എന്ന് പറയുന്ന അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു മിശിഹ കൺസെപ്റ്റ് ആണ്. അതായത് എന്താണ്, എനിക്ക് ദൈവത്തിന്റെ അരുൾപാടുണ്ടായി. അപ്പോ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഈ മുണ്ട വംശജർ അല്ലെങ്കിൽ ഈ ഗോത്ര വിഭാഗങ്ങളെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അദ്ദേഹം എന്താണ് ചതിയിൽപ്പെട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, പിടിക്കുകയൊക്കെയാണ്, പിന്നീട് വധിക്കപ്പെടുകയൊക്കെയാണ് അദ്ദേഹം ഉണ്ടാവുന്നത്. അപ്പോ ബിർസ മുണ്ടയാണ് ഈ മുണ്ട കലാപത്തിന് നേതൃത്വം വഹിച്ചത്. അപ്പോ ഇങ്ങനെ പല കലാപങ്ങളും, സാന്താൾ കലാപം, കുറിച്ച് കലാപം, അങ്ങനെ ഒരുപാട് ഗോത്രവർഗ മേഖലകളിൽ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ എന്താണ് വസിക്കുന്ന മേഖലകളിലെല്ലാം തന്നെ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ പ്രതിരോധങ്ങൾ എന്ത് ചെയ്തു, അവര് തീർക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെ കുറിച്ച് ചരിത്രകാരനായിട്ടുള്ള കെ സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും എന്താണ് തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായിട്ടുള്ള ഗോത്ര ജനത നടത്തിയിരുന്നത്. അതാണ് ആര് പറഞ്ഞത്? ചരിത്രകാരനായിട്ടുള്ള കെ സുരേഷ് സിംഗ് എന്ന് പറയുന്ന വ്യക്തി അഭിപ്രായപ്പെട്ടത്. അതായത് ഇന്ത്യയിൽ എന്താണ് കർഷകർ കലാപം നടത്തിയിട്ടുണ്ട്, മറ്റാളുകളൊക്കെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് എന്താണ് കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഗോത്രവർഗ കലാപങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, വളരെ രൂക്ഷമാണ്, അല്ലെങ്കിൽ തീവ്രമാണ്, നിരന്തരമാണ്, പിന്നെ എന്താണ് ആക്രമണോത്സുകമാണ്, ആക്രമണത്തിലുണ്ടിയതാണ്. അപ്പൊ ഇതാണ് ബ്രിട്ടീഷുകാർക്ക് എന്താണ് ഗോത്ര മേഖലകളിൽ എന്താണ് നേരിട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കലാപങ്ങൾ, നമ്മൾ ഈ പേരെടുത്ത് പറയുന്ന അറിയാവുന്ന ചില പ്രത്യേക കലാപങ്ങൾ മാത്രമല്ല കേട്ടോ, നമുക്ക് പേരറിയാത്ത നൂറുകണക്കിന് 100, 150, 120 കണക്കിന് എന്താണ് ചെറിയതും വലുതുമായിട്ടുള്ള കലാപങ്ങൾ എന്താണ് ഗോത്ര മേഖലകളിൽ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാൻ തീർത്തുണ്ട്, നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനി പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങൾ വെളുപ്പിക്കുന്നു. വില്യം ബെന്റിക് പ്രഭുവിന്റെ വാക്കുകളാണ്. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭു നടത്തിയ നിരീക്ഷണമാണ് എന്ത് ചെയ്യുന്നത്, മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് നയങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും എന്ത് ചെയ്തു, പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പരുത്തി തുണിക്കൊക്കെ അവർക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വന്നതോടെ എന്താണ്, ഇവ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതുമാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ നാശത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സ്വദേശി പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കണമെന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിത തുണികൾക്ക് എന്താണ് വിലക്കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിഞ്ഞു. അത് നമ്മള് ഇന്ത്യക്കാരെ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ സാമ്പത്തിക അവസ്ഥക്ക് പറ്റിയ സാധനങ്ങളല്ലേ നമ്മൾ വാങ്ങുകയുള്ളൂ. നമുക്ക് ഒരാൾ വില കുറച്ച് വരാമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാനും നിങ്ങളും ഒക്കെ വാങ്ങിപ്പോകും. അത് നമ്മുടെ കുറ്റമല്ല, നമ്മുടെ അവസ്ഥയാണ്. അപ്പോ റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖ നഗരത്തിലെത്തുന്ന തുണിത്തരങ്ങൾ എന്താണ് വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുവാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് എന്താണ് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിൽ എത്തിക്കുവാനും എന്താണ് റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ എന്താണ് ഗ്രാമങ്ങളിലെ വിപണിയും എന്ത് ചെയ്തു, ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായിട്ട് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, അമിത നികുതി ചുമത്തി. അവയുടെ വില വർദ്ധിച്ചു. അതോടുകൂടി എന്താണ് ബ്രിട്ടീഷ് വിപണിയും എന്താണ് ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം എന്താണ് ധാരാളം തൊഴിലാളികൾ നെയ്ത്തുജോലി ഉപേക്ഷിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറുവാനും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുവാനും എന്ത് ചെയ്തു, അവർ തൊഴിലാളികളെ നിർബന്ധിച്ചു. ഇത് കാരണം എന്ത് ചെയ്തു,
മറ്റു പലരും മറ്റു ജോലികൾ തേടിപ്പോയി. തുണി വ്യവസായത്തിന്റെ തകർച്ച ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു. മൂർഷിദാബാദും ധാക്കയും പോലെയുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ എന്താണ് ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ എന്ത് ചെയ്തു, ഗ്രാമങ്ങളിൽ ചെന്ന് കൃഷിപ്പണിയിലേക്ക് തിരികുകയും ചെയ്തു. എന്നാൽ ഇത് കൃഷിയെ എന്ത് ചെയ്തു, ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം എന്താണ്, കൃഷിഭൂമി ചെറിയ തോടുകളായി മാറി. ഉൽപാദന മുരടിപ്പായിരുന്നു ഇതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഫലം. ഗ്രാമങ്ങളിലെ കരകൗശല വ്യവസായങ്ങളെയും സ്ഥിതി എന്താണ്, വ്യത്യസ്തമായിരുന്നില്ല. ഉദാഹരണം നമുക്ക് നോക്കാം. മൺപാത്ര നിർമ്മാണം, അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയോടുകൂടി അതിന് നാശം വന്നു. തുകൽപ്പണി, അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള തുകലിന്റെ യൂറോപ്പിൽ നിന്നുള്ള കയറ്റുമതി എന്ത് ചെയ്തു, അതിന് വ്യാപിച്ചു. മരപ്പണി, ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം എന്ത് ചെയ്തു, മരപ്പണിയൊക്കെ ബാധിച്ചു. കാർഷിക മേഖലയും കരകൗശല വ്യവസായത്തിന്റെയും തകർച്ച ക്ഷാമങ്ങളിലേക്കും പട്ടിണി മരണത്തിലേക്കുമാണ് എന്ത് ചെയ്തത്, ഇന്ത്യയെ തള്ളിവിട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു, ഈ ക്ഷാമത്താൽ മരിച്ചു. ഏകദേശം ഇന്ത്യയിൽ എന്താണ്, ബ്രിട്ടീഷ് ഭരണകാലത്ത് 2 കോടിക്ക് മുകളിൽ ജനങ്ങൾ പട്ടിണി കൊണ്ട് മാത്രം മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കിപ്പോൾ. 2 കോടിയിലധികം ആളുകൾ. ചെറുതും വലുതുമായിട്ടുള്ള 14 ക്ഷാമങ്ങളിൽ എന്താണ് ഏകദേശം ഈ പറയുന്ന 2 കോടിയോളം ഇന്ത്യൻ ജനത മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇനി ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും. 19ാം നൂറ്റാണ്ടിൽ എന്താണ്, ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. തോട്ടം വ്യവസായങ്ങളായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. പിന്നീട് തുണി, ചണം, ഇരുമ്പ്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങൾ ആരംഭിച്ചു. വ്യവസായങ്ങളെ തൊഴിലാളികൾ എന്താണ് ചൂഷണത്തിനിരയായി. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ എന്നിവയായിരുന്നു തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങൾ. അക്കാലത്ത് ഇന്ത്യയിൽ എന്താണ്, ഒരു സംഘടിത തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാത്ത തൊഴിലാളികൾ പ്രക്ഷോഭങ്ങൾ നടത്തി. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളെയും കൽക്കട്ടയിലെ ചണത്തൊഴിലാളികളെയും സമരം ഇതിന് ഉദാഹരണമാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ ജനവിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെയും കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത്രയും നേരം സംസാരിച്ചത്. എന്നാൽ ഇവയ്ക്കൊന്നും തന്നെ എന്താണ് ഞാൻ പറഞ്ഞു, ഇതൊരു വിഭാഗത്ത് മാത്രം ഒതുങ്ങിപ്പോയവയായിരുന്നു. എന്താണ്, ഇവയ്ക്കൊരു സംഘടിത സ്വഭാവം എന്ന് പറയുന്നത് കുറവായിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ ചൂഷിതരായിട്ടുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടും സംഘടിത കലാപത്തിന് തുടക്കം കുറിച്ചു. അതിനെയാണ് നമ്മൾ 1857 എന്താണ് 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. അതുവരെ വ്യത്യസ്ത വിഭാഗങ്ങൾ ആ വിഭാഗങ്ങളായി നിലനിന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതെങ്കിൽ ഈ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അതുകൊണ്ടാണ് 1857 ആ സമരത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ആ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ എന്ന് പറയുന്നത് സാമ്പത്തിക പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് നടത്തിയത്, 1857 1ാമത്തെ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. നോക്കുക, ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ തൊഴിലാളി ജീവിതം. ആ പോയിന്റ് കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. വയറു നിറയോ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാതെ ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിന്റെ ലോകത്തിൽ ഏറ്റവും ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ജർഗൻ കുയാസ്കി എന്ന് പറയുന്ന സാമ്പത്തിക ചരിത്രകാരന്റെ എന്താണ് വിശേഷണമാണ് ആ പറയുന്നത്. അപ്പോ ഇത്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജനസമൂഹം എന്ത് ചെയ്തു, അവർ ഒരുമിച്ച് ചേരുകയും അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വലിയ കലാപത്തിന് ഇന്ത്യയുടെ മണ്ണിൽ തുടക്കം കുറിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ആ കലാപം പരാജയപ്പെട്ടു. എങ്കിൽ പോലും അത് പിന്നീട് നടന്ന ഇന്ത്യയുടെ എന്താണ് മഹത്തായ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും മഹത്തായിട്ടുള്ള പോരാട്ടങ്ങൾക്കും എന്താണ് അതൊരു മാർഗദർശിയായിട്ട് നിലനിന്നു. അതാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 1857 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. അപ്പോ 1857 1ാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് എന്താണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.